നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈശ്വര, ഇത്രയും പേരെ വിളിച്ചു നടത്തുന്ന റിസപ്ഷൻ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞ പിള്ളേ, ഈ ദിവസം എന്റെ ജീവിതത്തിലും അവിസ്മരണീയമാവുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. പിള്ളേ, ഇയാളെ സത്യഭാമയുടെ തലേന്നേ കുറച്ച് കിളി ഒന്നിച്ച് പറന്നു പോയെന്നാ തോന്നുന്നു. ഭാമേ, ഡിവോഴ്സ് കിട്ടാത്ത കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നേ വക്കീൽ പറഞ്ഞത് നിന്റെ തലേ കയറിയില്ലേ? കളിച്ച കളിയൊന്നും അല്ലേ, ജില്ലാ കളക്ടറാ മറുവശത്ത്. അകത്താവും നിന്റെ മോൻ. രാഘവേട്ടാ, എന്റെ രാഘവേട്ടാ, മറുപക്ഷത്ത് കളക്ടറാവാം, കമ്മീഷണറാവാം. പക്ഷേ ഇവിടെ സത്യഭാമയ. ആ ഉറപ്പെന്തായാലും എനിക്കുണ്ട്. ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്താനുള്ള ശേഷി. രാഘവേട്ട, തുനിഞ്ഞിറങ്ങിയാൽ അത് ജയിക്കാൻ വേണ്ടി സത്യഭാമ ഏതറ്റം വരെയും പോകുന്നത് അറിയാലോ. അതേ നിശ്ചയത്തോടെ തന്നെയാ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിയിപ്പിക്കാൻ ഞാൻ ശാലിനിയെ കാണാൻ പോയതേ. ഫലത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പതിവ് പോലെ ഈ സത്യഭാമ തന്നെ ജയിച്ചു. മനസ്സിലായില്ലേ? വിഷ്ണുവുമായുള്ള ഡിവോഴ്സിന് സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് ശാലിനി ഇതിൽ ഒപ്പിട്ട് തന്നെന്ന്. എന്താ? ശാലിനി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. പേടിയുണ്ടോ? ഒരിക്കലുമില്ല. കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടനുമായിട്ട് പിരിയാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തെന്നോ? അതെങ്ങനെ? എന്റെ ഭർത്താവിനെ ഇപ്പോഴെങ്കിലും നേരം വെളുത്തോ ആവോ. സീതയും സാവിത്രിയൊക്കെ ആയിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന മരുമകളല്ലേ അവള്, ശാലിനി. അവളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ അച്ഛൻ. കണ്ണു തുറന്നൊന്ന് കാണണം. ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ അവളിട്ടിരിക്കുന്ന ഒപ്പ്. അന്ന് നിങ്ങളുടെ ജീവൻ പോയിരുന്നെങ്കിൽ ആർക്കായിരുന്നു നഷ്ടം? ഈ എനിക്ക്. പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക്. മറുനാട്ടിലൊക്കെ മതിച്ചു നടക്കുന്ന വേറെ ആർക്ക് എന്ത് നഷ്ടം ഉണ്ടാവാനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.